നമസ്തേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അമൃത. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ സെറ്റപ്പ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ, ഞാൻ ഏതോ ഒരു ഉദാമിലാണ്, അല്ല, എൻ്റെ സ്വന്തം അടുക്കളയിലാണ്. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെയിം കണ്ടന്റ് സുധു ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ച പല സമയത്ത് വിട്ട് കളഞ്ഞതാണ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഞാൻ പുള്ളിക്കാരിയെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇവിടെയൊക്കെ മതി, ഇവിടെ നിന്നുള്ള റിയാക്ഷനൊക്കെ പുള്ളിക്കാരിക്ക് മതി. ഇത് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം അടുക്കളയിൽ നിന്നും കൊണ്ട് റിയാക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം തന്നെ പുള്ളിക്കാരിയുടെ ചില കുൽസിത പരിപാടികളില്ലേ, അതായത് നാക്കിൻ്റെ തുമ്പത്തുനിന്ന് വീഴുന്ന കുറേ കുൽസിത വാക്കുകളൊക്കെ, കുറേ അഭിനയങ്ങൾ, പുള്ളി മറ്റേ എന്താ പറയുക, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് എക്സ്പ്രഷൻസൊക്കെ ഉണ്ടാവില്ലേ, എന്നൊക്കെയുള്ള അതൊക്കെ ഇട്ടുകൊണ്ട് കൂടിയുള്ള പുള്ളിക്കാരിയുടെ കുറച്ച് വീഡിയോസും പുള്ളിക്കാരിയുടെ അഭിനയവും കരച്ചിലും ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, കണ്ട ശേഷം എൻ്റെ റിയാക്ഷൻ കാണാതിരിക്കരുത്. ഓക്കെ. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇപ്പോഴും ദുബായി തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ. പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന് ഇപ്പോഴേ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും നമുക്ക് അറിയത്തില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട്. നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട്. ആ കുട്ടിയെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു എന്തിനാ ഇങ്ങനെ അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ പോരായോ? ഇങ്ങനെ തപ്പിപ്പറക്ക് ഇംഗ്ലീഷ് പറയുന്നത് എന്തിനാ? ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറ. ഇപ്പൊ പൊട്ടിക്കും ഒന്നും പറഞ്ഞ് നിൽക്കാതെ അങ്ങ് പറ ഇങ്ങോട്ട്. പിന്നല്ലാതെ ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. Have a nice day. Take care. Love you all. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് അപ്പോൾ എല്ലാവരും അത് കണ്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കിച്ചു
തൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് തുറന്ന് സംസാരിച്ചായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു. അതിൽ എത്ര ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, അവരെല്ലായിടത്തും റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ വക കുറച്ച് കാര്യങ്ങൾ പറയാം. വീഡിയോസൊക്കെ വന്ന് കണ്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ രേണുസുധിയുടെ ചില അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യം കരഞ്ഞു, പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്തുവാണിതൊക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയുടെ കുറച്ച് ഞാൻ അമ്മയാണ്, ഒരമ്മയ്ക്കും പറ്റില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ, ഒരമ്മയും കൊണ്ട് കഴിയില്ല. ഞാൻ എൻ്റെ 23-ാമത്തെ വയസ്സ്, 24 എന്തുകൊണ്ടും ആയിക്കോട്ടെ, ഞാൻ 11 വയസ്സുള്ള ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കൊച്ചിൻ്റെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായതാണ് പൂർണ്ണ മനസ്സോടുകൂടി. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനാരെയും ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിച്ചതാരാ? നമ്മുടെ സുധിയുടെ സെക്കൻഡ് വൈഫായിട്ട് വന്ന വീണ സുധി എന്ന് പറഞ്ഞ അവരാണ്. ചേട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി കരഞ്ഞു. ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിനെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ കാര്യങ്ങൾ പോക്ക്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു രേണു ചതിക്കുമോ എന്നല്ലേ. രേണു ചതിക്കുമെന്ന് മാത്രമല്ല, രേണുവിനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. സത്യമായിട്ട് പറയാം, രേണുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രമാത്രം കരഞ്ഞ വ്യക്തി ആ സെയിം ഡ്രസ്സോടുകൂടി പുള്ളിക്കാരി അവിടെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നടക്കുന്നിടത്ത് പോയിട്ട് ഹായ് ബൈ സീ ടുമോറോ എന്നും പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നു. അകത്ത് പൈസ കൊടുത്ത് കാണാൻ. പിന്നെ കാണുന്നത് 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വീഡിയോ ടണ്ടാടട്ടാ എന്നും പറഞ്ഞുകൊണ്ടുള്ള തുള്ളൽ. ഇച്ചിരി മുമ്പല്ലേ ഇടി പെണ്ണുമ്പോഴാണ് നിങ്ങൾ ഈ കരഞ്ഞത്. അപ്പം ഈ ടണ്ടാട കളിക്കുന്ന അതേ പച്ച വേഷം ഇട്ടുകൊണ്ട് പുള്ളിക്കാരി എന്തോ ചെയ്തേ, നിങ്ങൾ എന്തോ മനുഷ്യരെ പറയുന്നേ, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചെന്നോ? ആ ഒരു കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു 5 സ്റ്റാർ ഹോട്ടലിൽ ആഡംബരം കാണിച്ചു എന്നോ ഫുഡ് കഴിച്ചു ഒന്നും കിച്ചു പറയുന്നില്ല. അത് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ ഈ കരഞ്ഞുകൂവി എനിക്ക് വയ്യ, എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്ത് കരഞ്ഞുകൂവിയ പെണ്ണുമ്പിള്ള 8 മണിക്കൂറിനുള്ളിൽ അടുത്ത റീൽസ് തെറ്റ് ചെയ്ത് പോസ്റ്റും ചെയ്തു. പിന്നെ വരുന്ന പോസ്റ്റ് ചെയ്താൽ സബ്സ്ക്രിപ്ഷൻ്റെ പോസ്റ്റ്. അപ്പോൾ ഈ ഫേക്ക് ഏതാ ട്രൂ ഏതാ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? രേണു ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു കേട്ടോ, ഞാൻ ഏതാണ് ട്രൂ എന്ന്. ഇത് കണ്ടിട്ട് സബ്സ്ക്രിപ്ഷനാണ് ട്രൂ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കോ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. രേണു, ഞാൻ ആദ്യമേ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേ ഞാൻ പറയുന്നുണ്ട്, നീ ചതുപ്പിൽ വീണു. ഇനി അവട്ടക്കടന്ന് അങ്ങോട്ട് അള്ളി, കാര്യമായിട്ട് പറഞ്ഞു, അവട്ടക്കടന്ന് അള്ളി, വേറൊന്നുമില്ല. കിച്ചു, നിനക്ക് നല്ലൊരു ചാനലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ അത് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല കണ്ടും തടിയുണ്ട്, ജോലിയെടുക്കുക. ഈ തെറ്റായ മാർഗത്തിൽ നിന്നൊക്കെ പിൻവലിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, നല്ല കാര്യം, പിൻവലിഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, മാനിക്കാൻ പറ്റുമെങ്കിൽ മാനിക്കുക. ഈ മറ്റേ ഷഫീനയോ സംതിങ്, ഞാൻ പേര് മറന്നു കേട്ടോ, ആ പുള്ളിക്കാരിയൊക്കെ വന്നു ഒരു സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിയുടെ കമൻറ്റിൽ നിൻ്റെ അക്കൗണ്ട് നമ്പർ പിൻ ചെയ്തു, അത് നീ അറിഞ്ഞതല്ല, കണ്ടതല്ല, കേട്ടതല്ല, റിമൂവ് ചെയ്തു. വാട്ട് എവർ ഇറ്റ്, ഞാനതിന് ബോധേഡല്ല. ബട്ട് ഒന്നെനിക്ക് പറയാനുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ കഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പട്ടപ്പെട്ടാന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പണി വരും കേട്ടോ, ഞാൻ ഉള്ളത് പറയുക. ഇപ്പം തന്നെ നോക്കിക്കേ രേണു, നിനക്ക് കഴിച്ച് 200 രൂപയുടെ 100 രൂപയുടെ 500-ൻ്റെ 50-ൻ്റെ ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പോരാഞ്ഞിട്ട് നിന്നെ വിളിച്ചത് ലൈവിൽ വന്നതും എടുത്തു എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം, നീ നിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു, ഓക്കെ ഫൈൻ, പക്ഷെ മറ്റുള്ളവരുടെ ഒരു കളികൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കളികളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യാനൊന്നും പോകുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ, കളിക്കുന്നവരെ കളിക്കുക, എത്ര കളിച്ചെന്ന് പറഞ്ഞാലും ശരി, കറങ്ങിത്തിരിഞ്ഞ് എത്തും. അന്നേരം പിന്നെ ചക്ക കുഴയണത് പോലെ അങ്ങ് കുഴയുന്നേ, എല്ലാം ചക്ക കുഴയുന്ന പോലെ അങ്ങ് കുഴയും. കുറച്ച് നീ ആ കൂട്ടത്തിൽ കിടന്ന് കുഴയാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ കുഴയുക, ഇല്ലെങ്കിൽ നീ നിൻ്റെ പാട് നോക്കി പോയാൽ നിൻ്റെ ജീവിതം രക്ഷപ്പെടും. നീ ഇൻട്രോവിട്ടാണ്, കാര്യമൊക്കെ ശരിയാണ്, നീ തന്നെ പറയുന്നുണ്ട് നിൻ്റെ ലൈഫിൽ നിന്നെ രക്ഷപ്പെടുത്തിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ
നീ അവരുടെ ഒപ്പം നിൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീ നല്ലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂട്യൂബ് ചാനലിൽ നീ പാട്ട് പാടാൻ കഴിവുള്ളവനാണ്, നീ പാട്ട് പാടുക, കുറച്ച് കണ്ടൻറ് ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുക, വീഡിയോസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. നിൻ്റെ ജീവിതം മെച്ചപിടിക്കും. നീ മറ്റുള്ളവർ ഒരാളുടെ പൈസയും നീ അനാവശ്യമായി എടുക്കരുത്. ജോലി ചെയ്യാൻ കഴിവുള്ളവനല്ലേ, നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. അപ്പൻ്റെ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്ന സമയം നീ നിൻ്റെ അനിയനെയും കൂടി നേരെ 10 കിട്ടിയ 5 അങ്ങനെ ആക്കിയെടുക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഒരാളുടെ മറ്റേ അതുലിൻ്റെയൊക്കെ ഞാൻ തമിഴിലൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ അതിനകത്ത് അത്രയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, വേറൊന്ന്. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഇതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നീ ജീവിച്ച് മുന്നോട്ട് വരിക. അല്ലാതെ ഈ അവിയൽ ചക്കക്കൂട്ടത്തിൻ്റെ ഇടയിൽ നീ വെട്ടു. അതിൽ നിന്ന് പിന്നെ വേർതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിൽ നിന്ന് ഇപ്പം എന്ത് ഒരു ചക്ക കൊഴിഞ്ഞു പോയി, എങ്ങനെ വേർതിരിക്കാൻ പറ്റുമോ? അതിനകത്ത് ഒരു ചക്ക ചുളയായിട്ട് പറ്റുമോ? ഇല്ല. പിന്നെ അതിൽ തന്നെ അങ്ങ് ജീവിക്കുക. ഇപ്പോൾ ദാണ്ട് രേണു കഴിയുന്നത് പോലെ. അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നീ നിന്നെ നോക്കി നിനക്ക് കൊള്ളാം. ഞാനെന്താ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കിതൊക്കെ മതിയെന്നേ. ഇവക്കുള്ള റിയാക്ഷൻ ഈ അടുക്കളയൊക്കെ മതി. ഇതിനപ്പുറത്തോട്ട് ഒരു കന്തവും വേണ്ട. തോന്നില്ല, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്ന് അറിയാലോ? ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ് ചെയ്യാൻ മറക്കരുത്. അതാണ് ഇമ്പോർട്ടൻ്റ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. അഭിപ്രായം പറയുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.